അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഈശാൻകുട്ടൻ വരുന്നതിന് മുൻപ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴുകാൻ നേരത്തെ മുട്ട പൊരിച്ച പാത്രമായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി വെച്ചു. അതൊക്കെ കഴുകി വെച്ചിട്ട് ഈശാൻ ഇന്ന് ഉച്ചയ്ക്ക് ചോറാണ് കൊണ്ടുപോയത്. അപ്പോൾ അവന് വൈകുന്നേരം വരുമ്പോൾ ചോറ് കഴിക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ വിചാരിച്ചു അവലിരിപ്പുണ്ട്, എന്നാൽ പിന്നെ അവൽ നനച്ചത് ഉണ്ടാക്കാം. അവന് വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും ചോറ് കഴിക്കാൻ മടിച്ചിട്ട് എന്തായാലും ചിലപ്പോൾ അത് കഴിക്കും. അതും പാലും കൂടെ കാച്ചി കൊടുത്താൽ കഴിക്കും. അങ്ങനെ ആദ്യമേ എന്താ ചെയ്ത പാത്രമെല്ലാം കഴുകി, കുറച്ച് പാത്രമുള്ളായിരുന്നു, ബാക്കിയെല്ലാം ഞാൻ നേരത്തെ കഴുകിയിട്ടുണ്ടായിരുന്നു. പാത്രം കഴുകി വാഷ് ബേസിനൊക്കെ കഴുകിയിട്ടിട്ട് അവൽ നനയ്ക്കാമെന്ന് വിചാരിച്ചു. അവൽ മറ്റേ മട്ട അരിയുടെ അവലാണ് വാങ്ങിച്ചത്. അപ്പോൾ അവലിന് നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. തീരെ കട്ടിയില്ലാത്ത അവലല്ല, നല്ല കട്ടിയുള്ള അവലായിരുന്നു. അവലിനകത്തോട്ട് പിന്നെ ശർക്കരയൊക്കെ ഇട്ടു. ശർക്കരയൊക്കെ ശർക്കര പൊടിയുണ്ട്, എന്നാലും ശർക്കര തന്നെ ഞാൻ ചീകിയിടുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് ആവശ്യത്തിന് തേങ്ങയൊക്കെ ഇട്ട്, ഞാൻ ഒത്തിരി തേങ്ങയൊന്നും ആഡ് ചെയ്യല്ല, ഒരു മിനിമം ലെവലിന് മാത്രമേ തേങ്ങ ആഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ നനച്ച് വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് അവൽ നനച്ച് വെച്ചു. അപ്പോൾ എന്തായാലും വരുമ്പോൾ അവൽ നനച്ചത് കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അവലൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ആ പാത്രം എല്ലാം കഴുകി അവിടെ എല്ലാം വീണ്ടും ഒന്ന് നീറ്റാക്കി നമ്മൾ അവൽ നനച്ചപ്പോൾ അവിടെ മൊത്തവും വീണ്ടും എന്താ പറയുക അവലിൻ്റെയും പൊടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ഈശാൻകുട്ടൻ വരാൻ സമയമായി. പിന്നെ പെട്ടെന്ന് പോയിട്ട് അവനെ വിളിക്കാൻ പോയി. അപ്പോഴത്തേനും ബസ് വന്നു നമ്മുടെ ഈശാൻകുട്ടൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി വരികയാണ് കേട്ടോ. ബസ്സിലിരുന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട് ആശ. എന്നിട്ട് പിന്നെ അവനതാ ഓടിപ്പോവാണ്. ഇവിടെ വന്നപ്പോൾ അച്ഛനും മോനും കൂടെ ഇവിടെ ഭയങ്കര കളി. കുഞ്ഞാവേട്ടൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോൾ അയാൾ ഭയങ്കര കരച്ചിലായിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ അയാളെപ്പോൾ എടുത്തേട്ടാ. പിന്നെ എന്താ പറയുക, അപ്പോഴത്തേനും ഇഷാൻ തന്നെ പോയി കുളിക്കുകയും ഒക്കെ ചെയ്യും. നമ്മളിപ്പം അവൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ എന്താ പറയുക കുളിപ്പിക്കാനൊന്നും നിൽക്കേണ്ട, കാരണം കുഞ്ഞാനെ എല്ലാം കുളിക്കുകയും അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ കേട്ടോ. ആ സമയത്ത് എന്താ പിന്നെ അവന് പാല് കഴിച്ച് ചായയൊക്കെ ഇടാന്ന് കരുതിയിട്ട് ഞാൻ അപ്പം കുഞ്ഞാവ് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. ആ ഏട്ടൻ്റെ അമ്മയുടെ കയ്യിലൊന്നും പോകുന്നില്ല, വഴക്കുണ്ടാക്കുമായിരുന്നു. പിന്നെ അവനെ എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ചായയൊക്കെ ഇടാൻ നേരം ചായയൊക്കെ ഇട്ടു. അപ്പോഴത്തേനും ഇഷാൻ കുളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ അവൻ ആഹാരമൊക്കെ കൊടുത്തു കേട്ടോ. എൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അവനുള്ള പാലൊക്കെ കാച്ചി വെക്കുകയാണേ. എൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ ഇട്ട് പിന്നെ ഞാൻ എടുത്ത വീഡിയോസ് ഒന്നും വന്നിട്ടില്ല, കാരണം ഫോൺ അങ്ങ് എന്താ പറയുക സ്റ്റോപ്പായിപ്പോയി.